ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പൈത്തണിന്റെ അടുത്ത സെഷനിലേക്ക് കടക്കും. അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിങ്സ് പരിചയപ്പെട്ടു. സ്ട്രിങ്സ്, ഓക്കെ, സ്ട്രിങ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വേർഡ്സ് അല്ലെങ്കിൽ വേണമെങ്കിൽ പാരഗ്രാഫുകളും ഒക്കെ ഉൾപ്പെടുത്താവുന്ന പരിപാടി. അപ്പോൾ സ്ട്രിങ്സിന് ശേഷം നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ച ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ സ്ട്രിങ്സ് എന്താണെന്നും അതുപോലെ തന്നെ സ്ട്രിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതെല്ലാം ഏകദേശം നമ്മൾ ബേസിക്കിലും എല്ലാം കണ്ടതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇതിലും ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ അപ്പൊ സ്ട്രിങ്ങിന്റെ ഇങ്ങനെ ചില ഓപ്പറേഷനുകൾ നമ്മൾ കണ്ടായിരുന്നു. സ്ട്രിങ്ങിന്റെ ഓപ്പറേഷൻ എന്തൊക്കെയാ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ ക്യാരക്ടർ മുതൽ അഞ്ചാമത്തെ ക്യാരക്ടറിന് മുമ്പ് വരെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ക്യാരക്ടർ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് കാണുന്നത് എങ്ങനെയാണ്, പിന്നെ ഒമ്പതാമത്തെ ക്യാരക്ടറിന് മുമ്പുള്ളത്. അപ്പോ ഈ കോളൻ സിമ്പിൾ ഇല്ലേ, നമ്മൾ ഈ കാണുന്ന കോളൻ സിമ്പിൾ, ഈ കോളൻ സിമ്പിള് എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 2ഉം 5നും ഇടയ്ക്കാണ് കോളൻ കൊടുത്തത്. അപ്പൊ കോളൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സ്ട്രിങ് ആണോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ഇതാ ഇവിടെ കോളൻ 9. അപ്പൊ ഒൻപതാമത്തെ പിന്നെ ക്യാരക്ടർ, ഒൻപതാമത്തെ ക്യാരക്ടറിന് മുൻപുള്ളത്. ഇവിടെ 8ന് ശേഷമാണ് കോളൻ. അപ്പൊ 8ാമത്തെ ക്യാരക്ടർ മുതൽ, അപ്പൊ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ, ആദ്യം കൊടുക്കുന്ന ക്യാരക്ടർ ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളന് മുമ്പുള്ളത് അത് സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് ക്യാരക്ടറും കോളന് ശേഷം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻഡിങ് ക്യാരക്ടറുമാണ്. പക്ഷെ എൻഡിങ് ക്യാരക്ടർ ഇൻക്ലൂഡഡ് അല്ലായിരിക്കും, പക്ഷെ സ്റ്റാർട്ടിംഗ് ക്യാരക്ടർ എപ്പോഴും ഇൻക്ലൂഡഡ് ആയിരിക്കും. മനസ്സിലായി? എൻഡിങ് ക്യാരക്ടർ ഏതാണോ, ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഇത് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോ നമ്മള് പിന്നെ ഈ ഹലോ വേൾഡ് തന്നെ എടുക്കാൻ. എല്ലാവരുടെ കയ്യിലും നമ്മുടെ ഈ ലിങ്ക് ഹാൻഡി ആയിട്ട് ഉണ്ടല്ലോ അല്ലെ? ഞാൻ അതൊന്നും കൂടി അയച്ചു തരാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാനത് ഇതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഒരു സംശയം, സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ പ്രിന്റ് ഓക്കെ മൈ സ്ട്രിങ് ഇങ്ങനെ കൊടുത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന് മുൻപുള്ളത് എന്ന് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം 2 to 5. ഓക്കെ, അപ്പോ ഇത് പറയുന്നത് 2 to 5 എന്നാണ്, എന്നുവെച്ചാൽ 2 മുതൽ 5 വരെയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കാം റിസൾട്ട് എന്താ വരിക. മനസ്സിലായോ? നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0 1 2. 0യിൽ നിന്നല്ലേ നമ്മൾ എപ്പോഴും, ഇപ്പോ ഇത് നമ്മൾ കണ്ടായിരുന്നു, സ്ട്രിങ് എപ്പോഴും നമ്മൾ ഒരു അറേ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയും അല്ലെ? അപ്പൊ മൈ സ്ട്രിങ് 0,
മൈസ്ട്രിങ് 0 എന്ന് പറയുമ്പോൾ എന്താ ആദ്യത്തെ ക്യാരക്ടർ. അപ്പൊ ഇവിടെ നോക്കുക 2 to 5 കൊടുക്കുമ്പോൾ ഇത് 0 ആണ്. 0 1 2 അല്ലെ? അപ്പൊ 2 മുതല് 2 മുതൽ ഇവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട് 2 3 4 അല്ലെ? 4 വരെ വരുന്നുള്ളൂ, 5 വരുന്നില്ല. 5 എന്താ സ്പേസ് ആണ്, സ്പേസ് വരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ആ സ്പേസ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് 7 വരെ എടുത്തു നോക്കാം. നോക്കാം 0 1 2 2 എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 2 3 4 5 6 വരെയല്ലേ വരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും 2 എന്നുള്ളത് എക്സ്ക്ലൂഡഡ് ആയിരിക്കും, ഫ്രം എന്നുള്ളത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഇത് പറയുന്നത് എന്താണ്, മൈസ്ട്രിങ് 2 to 7 2 to 7 എന്ന് പറയുമ്പോൾ 2 ഇൻക്ലൂഡഡും 7 ഇൻക്ലൂഡഡ് അല്ലാത്തതുമായിരിക്കും എപ്പോഴും. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ 2 എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്തിട്ടും ഫ്രം ഇൻക്ലൂഡ് ചെയ്തിട്ടും ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 7 എഴുതാം. ഇനി ഫ്രം 2 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 2 മുതലുള്ള എല്ലാം പ്രിന്റ് ചെയ്യാം. എല്ലാം വന്നില്ലേ ഹലോ വേൾഡിലെ? എച്ചും ഇയും 0യും 1ഉം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം പ്രിന്റ് ചെയ്തു. ഇനി all string up to 7. ഓക്കെ, വന്നോ? 0 1 2 3 4 5 6 7th ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ പറയാ all strings up to 7. ഇപ്പൊ 7 എപ്പോഴും എന്താണ്, 7 എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചീറ്റ് ഷീറ്റ് പോലെ ഉണ്ടാക്കാം. ഓക്കെ, സ്ട്രിങ് എന്ന് എഴുതുന്നതിന് പകരം ക്യാരക്ടേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, സ്ലൈസ്. അപ്പൊ ഇതിന് പറയുന്ന പേര് സ്ലൈസിങ് ഓപ്പറേഷൻ എന്നാണ്. സ്ലൈസ് എന്ന് വെച്ചാൽ എന്താ, സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, മുറിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുതായി മുറിച്ചെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സ്ലൈസിങ് ഓപ്പറേഷൻ ആണ് അല്ലെ? ഒരു സ്ട്രിങ്ങിനെ എടുത്ത് നമ്മൾ സ്ലൈസ് ചെയ്യാണ്. ഓക്കെ ഓക്കെ 2 to 7 slice from 2 included to 7 excluded. ഓക്കെ, ഇനി വേറെ ചിലപ്പോ ഒരു സിറ്റുവേഷൻ വരാം. എന്താ, അവസാനത്തെ പിന്നെ 5 ക്യാരക്ടേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം വേണം എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റും. അതിന് നമ്മൾ നെഗറ്റീവ് ആണ് ഉപയോഗിക്കുക, ലാസ്റ്റിൽ നിന്നുള്ള കൗണ്ടിങ്. ഓക്കെ, അപ്പൊ ലാസ്റ്റിലെ 2 ക്യാരക്ടേഴ്സ് ഒഴിവാക്കിയിട്ട് നോക്കാം. ലാസ്റ്റിലെ 2 ക്യാരക്ടേഴ്സ് ഒഴിവാക്കിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ -0 അല്ല തുടങ്ങ. ഓക്കെ, -0 ഇല്ലല്ലോ, -1 -2 എന്ന. ഓക്കെ, അപ്പൊ അവസാനത്തെ 2 എണ്ണം ഇതാക്കിയിട്ട്
ലാസ്റ്റ് 2. ഓക്കെ, അപ്പൊ ഈ മൈനസ് വന്നാൽ ലാസ്റ്റ് എന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. -1 -2. ഓക്കെ, അല്ലെങ്കിൽ 1 2 എന്ന് കൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെയും ഇത് ആണ് എന്ന് പറയുമ്പം എന്നുവെച്ചാൽ ഇതിന് ശേഷമാണ്. ഇനി വേണമെങ്കിൽ അവസാനത്തെ ക്യാരക്ടേഴ്സ് അവസാനത്തെ 5 ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ആ സ്പേസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. നമുക്ക് 3 എണ്ണം എടുക്കാം. ഓക്കെ, ആ ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കിയിട്ട് അല്ലെ ക്യാരക്ടേഴ്സിനെ മാത്രം എടുക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റിലെ മൂന്നാമത്തത് ഇൻക്ലൂഡഡ് അല്ലേ? എന്നുവെച്ചാൽ 6ഉം ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. 1 2 3. ഓക്കെ, അപ്പൊ അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഇതിനകത്ത് പൈത്തണിനകത്ത് പാലഡ്രോമ ചെക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. എങ്ങനെയാ പറയാം ആർക്കെങ്കിലും? ഹലോ, ലെങ്ത് വരെയുള്ളത് എടുത്തിട്ട് മൈനസ് ചെയ്തിട്ട് ഫസ്റ്റും മൈനസും കൂടെ ഉള്ളത് കമ്പയർ ചെയ്താൽ ലെങ്ത് എടുക്കേണ്ട കാര്യം വരുന്നില്ല അല്ലെ? കാരണം നമുക്കിവിടെ നെഗറ്റീവ് ഇൻഡെക്സിങ് ഇല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ 0 എടുക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? 0 എടുക്കുമ്പോ -1 കൂടി എടുത്താൽ പോരെ. പക്ഷെ ലാസ്റ്റ് ക്യാരക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത് എടുക്കണം. വേണ്ട, ലാസ്റ്റ് ക്യാരക്ടർ എപ്പോഴും -1 ആയിരിക്കില്ലേ? ഇങ്ങനെ കൊടുത്തൂടെ? ലാസ്റ്റ് ക്യാരക്ടർ കിട്ടിയോ? അപ്പൊ നമുക്ക് ലെങ്ത് എടുക്കാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ലെങ്ത് എടുത്തിട്ട് ചെയ്യുന്നതാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും കോമൺ ആയിട്ട് ചെയ്യാവുന്ന, എല്ലാത്തിലും വർക്ക്ഔട്ട് ആവുന്ന ഒരു സൊല്യൂഷൻ. പൈത്തണിനകത്ത് വരുമ്പോൾ ഇങ്ങനെ 0ഉം -1ഉം 1ഉം -2 അങ്ങനെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു എളുപ്പ വഴി എപ്പോഴും പൈത്തണിനകത്ത് ഉണ്ട്. അപ്പൊ പൈത്തണിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കേസുകളില്ലേ, കോമൺ ആയിട്ടുള്ള കേസുകൾക്കൊക്കെ ഇങ്ങനെ കുറെ ഷോർട്ട് ഹാൻഡുകൾ ഉണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഒരു ചീറ്റ് ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഒരു കേസ് മാത്രം ഞാൻ വിട്ടിട്ടുണ്ട്. എന്താ? നെഗറ്റീവിന്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, -1 പിന്നെ -1 to -2 അങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഇത് മിക്കവാറും സമയങ്ങളിൽ ആവശ്യം വരാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, സ്ട്രിങ് സ്ലൈസ് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രിങ് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, സ്ട്രിങ് മോഡിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് സ്ട്രിങ്ങിൽ മോഡിഫൈ ചെയ്യേണ്ടി വരുന്നത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് മൊത്തത്തിൽ ലോവർ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സഡ് കേസ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഈ പറയുന്ന പോലെ
മൊത്തം ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് കംപ്ലീറ്റ്ലി സ്മോൾ ആക്കിയോ കംപ്ലീറ്റ്ലി അപ്പർ ആക്കിയോ ഒക്കെ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താ പറയാ, എല്ലാം ക്യാപിറ്റൽ ആക്കുക, എല്ലാം സ്മോൾ ആക്കുക, ഇങ്ങനെയുള്ള പരിപാടി. ഇനി ചിലപ്പോ നമുക്ക് കിട്ടിയേക്കുന്ന സ്ട്രിങ്ങിൽ അനാവശ്യമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്പേസ് ഉണ്ടാവും, അത് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ കുറച്ച് കോമൺ ആയിട്ട് സ്ട്രിങ്ങിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചിലപ്പോ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അതിനെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, എന്താ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ചിലപ്പോ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളുടെ പേര് ലോവർ എന്നാണ്. ഓക്കെ, ലോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും ലോവർ കേസ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റേഴ്സ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് ഈ പറയുന്ന മോഡിഫിക്കേഷൻസ്, സ്ട്രിങ് മോഡിഫിക്കേഷൻസ് എല്ലാം ഫംഗ്ഷനുകളാണ്. ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്നൊക്കെ പറയും. ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അല്ല, ശരിക്കും അത് മെത്തേഡ്സ് ആണ്. ഓക്കെ, മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് പോലെ തന്നെ ഉള്ള കാര്യമാണെങ്കിലും അതിനെ വിളിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോ അത് മെത്തേഡ്സ് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ വേറെ കാര്യം കൂടി പഠിക്കും. ഓക്കെ, മെത്തേഡ്സ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ എന്തെങ്കിലും സാധനത്തിന്റെ ടൈപ്പ് നമ്മൾ നോക്കുമ്പോഴേ ഡയറക്റ്റ് ആയിട്ട് ആ ടൈപ്പ് അല്ല തരുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം തരും. ഓക്കെ, ക്ലാസ് str. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും നാള് അല്ലെങ്കിൽ നമ്മൾ നോർമലി പ്രോഗ്രാം എഴുതിയിരുന്ന എല്ലാം എന്താ പറയാ പ്രൊസീജിയറൽ ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ എന്ന് പറയുന്ന രീതിയിൽ. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ വേരിയബിളുകൾ വെച്ച് മാത്രം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, വൈ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പൊ നമ്മൾ എപ്പോഴും അതിനെ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന പ്രോബ്ലത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിനെ ചിന്തിക്കാവുന്ന രീതിയിലേക്ക് വളരെ സിമ്പിൾ ആക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു കൺവേർഷൻ നടക്കാത്ത കുറെ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് സിമുലേഷൻ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഓടിച്ചിട്ട് അത് എങ്ങനെ നടക്കും എന്നുള്ളത് മുൻകൂട്ടി പിന്നെ നമ്മൾ മുൻകൂട്ടി ഇത് ചെയ്യാൻ പോവാണ്. ഒരു സെക്കൻഡ്. എന്താ ഇറങ്ങാൻ പറയണേ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് എന്ന് പറയുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ അത് ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ സിമുലേഷൻസ് അല്ലെങ്കിൽ ഏകദേശം എല്ലാ എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയി തുടങ്ങിയപ്പോ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ ഈ മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഈ ക്ലാസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പൈത്തൺ ശരിക്കും നമ്മൾ ഈ സ്ട്രിങ്ങും ഇതുമൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്റേണലി ഇതിനെയെല്ലാം ഓൾറെഡി എന്താക്കി, ഓബ്ജക്ട്സ് ആക്കി മാറ്റി. ഈ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഓബ്ജക്റ്റിന്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടൈപ്പ് ഓഫ് ഓബ്ജക്റ്റ് ആണ് ക്ലാസ്. ഓക്കെ, അപ്പോ ഇത്രയും പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ മെത്തേഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് കണ്ടിട്ടുണ്ട്. ഫങ്ഷൻസ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും എഴുതുന്നത് എങ്ങനെയാ? പ്രിന്റ്, അതിനൊരു ഇൻപുട്ട് ഉണ്ടാവും അല്ലെ? ഈ ഇങ്ങനെ ഇൻപുട്ട് എടുക്കുന്നതിന് പകരം ചിലപ്പോ മെത്തേഡ്സ് ആയിട്ട് എഴുതുമ്പോൾ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ മെത്തേഡ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു
ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് തരുന്നു. ഓക്കെ, മെത്തേഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒന്നുമല്ല, മെത്തേഡ്സ് എപ്പോഴും എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് നമ്മുടെ വേരിയബിൾ ആണ്, വേരിയബിൾ ഡോട്ട്. അപ്പൊ ഈ വേരിയബിളിൽ വർക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ മൈ സ്ട്രിങ് ഡോട്ട് ലോവർ ഓക്കെ എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കംപ്ലീറ്റ്ലി ലോവർ കേസിലേക്ക് മാറ്റും. നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ലോവർ കേസിലേക്ക് മാറ്റി. ഇനി ഇതിന്റെ വേറൊരു ആളുണ്ട് നമുക്ക് എപ്പോഴും വരാവുന്ന. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ എപ്പോഴും ശ്രദ്ധിക്കാം. സാധാരണ ഫംഗ്ഷൻ പോലെ അല്ല വരുന്നത്, വേരിയബിൾ ഡോട്ട് ലോവർ. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ആളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ മൊത്തം പരിചയപ്പെടാൻ പോകുന്നത് മെത്തേഡ്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പർ. അപ്പൊ പ്രിന്റ് ചെയ്യാൻ മാത്രല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കാം, മൈ സ്ട്രിങ് ഈക്വൽ ടു ഓക്കെ, എന്നിട്ട് നമ്മള് മൈ സ്ട്രിങ്ങിനെ പരിചയപ്പെട്ടു. അപ്പം ഹലോ വേൾഡ് ക്യാപിറ്റൽ വന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം, ഞാൻ കമന്റ് ചെയ്യാം. ഓക്കെ, ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ ഈ മെത്തേഡ്സിന് ആർഗ്യുമെന്റ്സ് ഉണ്ടാവില്ലേ? മെത്തേഡ്സിന് ആർഗ്യുമെന്റ്സ് ഉണ്ടാവൂല. അതാണ് മെത്തേഡ്സിന്റെ പൊതുവെയുള്ള ഇത്. ഓക്കെ, ആർഗ്യുമെന്റ്സ് കൊടുക്കാവുന്ന മെത്തേഡ്സ് ഇല്ല, അത് എപ്പോഴും ഫങ്ഷൻസ് ആയിരിക്കും അങ്ങനെയുള്ളത്. അപ്പം പിന്നെ മെത്തേഡ്സ് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ് ഒരു ടൈപ്പ് ഫങ്ഷൻ ആണ്, പക്ഷെ അതിന് അത് എഴുതുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. അപ്പൊ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യില്ല. ഇത് മെത്തേഡ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് വേറെ സാധനമാണ്. അത് അതിന്റെ എന്താ പറയാ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്ന ഒരു സാധനമായി മാറും. ഓക്കെ, ഇത് എല്ലാവരും അതായത് ക്ലാസ്സിൽ എടുത്തിട്ട് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടായിരിക്കും മെത്തേഡ്സ് നിൽക്കുക അല്ലെ? ക്ലാസിന്റെ അല്ല, പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം വേറെ ആയിരിക്കും. പ്രോപ്പർട്ടി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യാം. ഇത് അതിനകത്ത് എന്ന് വെച്ചാൽ ക്ലാസ്സിനകത്ത് ചിലപ്പോൾ ഡിഫൈൻ ആയിരിക്കുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോ ഇത് പ്രോപ്പർട്ടി അല്ല, അത് പ്രോപ്പർട്ടി പോലെ തന്നെ ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്താ പറയാ, പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എത്തുമ്പോൾ മിക്കവാറും എല്ലാ സാധനങ്ങളും എന്താ പിന്നെ പ്രോപ്പർട്ടി തന്നെയാണ്. ശരിക്കും ഒരു ഒബ്ജക്റ്റും അതിന് കുറെ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഓക്കെ, അപ്പോ എന്താ പറയാ, ആക്ഷനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും പിന്നെ ഒരു കോളബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അപ്പം ഇത് ശരിക്കും അതൊരു ഫംഗ്ഷൻ, ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് രണ്ടെണ്ണം ഇടുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പൊ ബ്രാക്കറ്റ് വരുന്നത് മെത്തേഡ് ആണ്, ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇനി
നമ്മൾ അടുത്തതായിട്ട് ഇത് നിങ്ങൾ ചെയ്തല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്, അപ്പൊ ഞാൻ ഇവിടെ ഹാഷ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ലൈൻ മറ്റേ ആക്റ്റീവ് അല്ലാതെ ആവുന്നതായിട്ട് കാണിക്കുന്നില്ലേ? ഇത് വേറൊന്നുമല്ല, ഹാഷ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നമ്മള് പിന്നെ മറ്റേ നമ്മുടെ ബേസിക്കിനകത്ത് നമ്മള് എന്തായിരുന്നു യൂസ് ചെയ്തത്? ലൈൻ ഇതാക്കാൻ വേണ്ടിയിട്ട് റെം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തു. അപ്പൊ വേറൊന്നുമല്ല, ഇതിന് പറയുന്ന മറ്റേ കമന്റിങ് എന്നാണ്. ഓക്കെ, അപ്പൊ പൈത്തണിനകത്ത് ഇത് ഒരു ലൈൻ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ അതിനെ കമന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യില്ല, ആ ഒരു ലൈൻ എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനം, സ്ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്പേസ് എടുത്തു കളയുക എന്നുള്ളതാണ്. ഇപ്പോ പക്ഷെ അത് ഒരിക്കലും സ്ട്രിപ്പ് എന്ന് പറയുമ്പം മുൻപിലോ ബാക്കിലോ, ഓക്കെ, ഒരു സ്ട്രിങ്ങിന്റെ മുന്നിലോ പുറകിലോ ആയിട്ട് സ്പേസുകൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്പേസ് ബാർ വെച്ചിട്ട് അടിക്കുന്ന സ്പേസ്, സിംഗിൾ സ്പേസ്, ഓക്കെ, അല്ലെങ്കിൽ ടാബ് വെച്ചിട്ട് അടിക്കുന്ന സ്പേസ്. അപ്പൊ ഇതിനെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതില് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ സ്പേസ് ബാർ വെച്ച് അടിക്കുന്ന സ്പേസ് ആണ്, മറ്റേ ടാബ് എന്നാ പറയാം. ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് വൈറ്റ് സ്പേസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്ട്രിങ്ങിന്റെ തുടക്കത്തിലോ അവസാനമോ എന്തെങ്കിലും വൈറ്റ് സ്പേസ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന പരിപാടിയാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉള്ള മെത്തേഡാണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് സ്ട്രിങ് പ്രിന്റ് ചെയ്യാൻ കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് പ്രിന്റ് ആവുമ്പോൾ മനസ്സിലാവും. ഇതില് ഒരു പ്രശ്നമുണ്ട്, വേറൊന്നുമല്ല. ഈ നമ്മുടെ പ്രിന്റ് ഓൾറെഡി ഇതിനെ സ്ട്രിപ്പ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിന് ശേഷമുള്ള സ്പേസ് എന്ന് വെച്ചാൽ മുൻപുള്ളത് സ്ട്രിപ്പ് ചെയ്യില്ല, പക്ഷെ ലാസ്റ്റ് ഉള്ളത് സ്ട്രിപ്പ് ചെയ്യും. ഇതാ ഇവിടെ ഇല്ല, ഇവിടെ ആ സ്പേസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ലെങ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 20 ഉണ്ട്. 20 എന്തൊക്കെയാ? ഇവിടെ ഇതും എല്ലാം ചേർത്തിട്ട് നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ അതിനൊരു LEN കൊടുക്കാം. പ്രിന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ആദ്യം ഇരുന്ന വൈറ്റ് സ്പേസ് ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രിന്റില് അത് മര്യാദയ്ക്ക് കാണാത്തത്. ഇതാ, നമ്മൾ മുൻപില് എത്ര സ്പേസ് കൊടുത്തിരുന്നു? 1, 2, 3, 4. ഓക്കെ, ലാസ്റ്റില് 5 സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ 20 ക്യാരക്ടർ മൊത്തത്തിൽ വരുന്നുണ്ട്, സ്പേസ് കൂടാതെ. ഫ്രണ്ടിലുള്ള 4ഉം പുറകിലുള്ള 5ഉം ചേർത്തിട്ട് 20 നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങില് 20 ക്യാരക്ടറും വരുന്നുണ്ട്. നമ്മൾ സ്ട്രിങ് 2 എന്ന് പറയുന്നത് എന്ത് ചെയ്തു? സ്ട്രിപ്പ് ചെയ്തു. സ്ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ലെങ്ത് 11 മാറി. അപ്പൊ അത്രയും ഇതുണ്ട്. ഞാൻ ബാക്കിലുള്ള ഇത് ഒഴിവാക്കാം, ബാക്കിലുള്ള സ്പേസ് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പൊ 15, മുൻപിലുള്ള 4 സ്പേസ് ഒഴിവായി. ഇനി മുൻപിലുള്ളത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു കുറച്ച് സ്പേസ് കൊടുക്കാം. 16 ആയിരുന്നു, ഇവിടെ 5 സ്പേസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇത് ഒഴിവാക്കി. അപ്പൊ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഓക്കെ, സ്ട്രിപ്പ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, അത് മുൻപിലും പുറകിലും എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ
ഒഴിവാക്കിയിട്ട് നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രിങ്ങിനെ ക്ലീൻ ആക്കി തരും. അത്രേ ഉള്ളൂ. ഇടയ്ക്ക് ഉള്ള, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇടയ്ക്കുള്ള സ്പേസിനെ അത് ടച്ച് ചെയ്യില്ല. ഇടയ്ക്കുള്ള സ്പേസിനെ അത് ടച്ച് ചെയ്യില്ല. ഓക്കെ, ഇനി ഇടയ്ക്കുള്ള സ്പേസിനെ നമുക്ക് ഒഴിവാക്കണം. ഒരു സംശയം ചോദിച്ചേ, ഈ പ്രിന്റ് ചെയ്യുമ്പം മുന്നേ ഉള്ള വൈറ്റ് സ്പേസസ് പ്രിന്റ് ചെയ്യുന്നില്ലല്ലോ, പ്രിന്റ് അത് ഈ കമ്പൈലറിന്റെ ആണോ അതോ നോർമലി എല്ലാ പൈത്തൺ കമ്പൈലറും? എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്പൈലറിന്റെ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ അല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ മുന്നേ ഉള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ പ്രോഗ്രാംസ് എഴുതുമ്പോൾ പ്രിന്റ് ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. അത് ഒരു പ്രശ്നമാണ്. നമ്മളെ ഡീബഗ് ചെയ്യാനല്ലാതെ പ്രിന്റ് ഉപയോഗിക്കില്ലല്ലോ ഇതിന്റെ കാര്യത്തിൽ. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മിക്കവാറും അത് ഏതെങ്കിലും ഫയലിലേക്ക് എഴുതി ഒഴിവാക്കലല്ലേ ചെയ്യാം. അപ്പോ അങ്ങനെ ആ ഫ്രണ്ടിൽ വരുന്ന സ്പേസ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഫ്രണ്ട് മീൻസ് മുന്നിൽ സ്പേസ് വരുന്ന സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു കമ്പൈലറിന്റെ പ്രശ്നമാവാനാണ് വഴി. പക്ഷെ നമ്മൾ ഇത് ലോക്കലില് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലോക്കൽ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ അന്നേരം നമുക്ക് കൃത്യമായിട്ട് ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഞാൻ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ കമ്പൈലറും കൂടി പാരലലായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസ് എന്താ, നമുക്ക് ഇടയ്ക്കുള്ള സ്പേസ് എന്ത് ചെയ്തു, ഇത് ടച്ചേ ചെയ്യുന്നില്ല. ഇത് ആ ഒരു ഇടയ്ക്കുള്ള സ്പേസിനെ ഒരു രീതിയിലും ടച്ച് ചെയ്യാതെ ഫ്രണ്ടിലും ബാക്കിലുള്ള ഇതിന് മാത്രം ഒഴിവാക്കാണ്. ഇപ്പോ നേരത്തെ സുനീഷ് ഭായി ചോദിച്ച ഒരു കാര്യമുണ്ട്, ആർഗ്യുമെന്റ്സ് എടുക്കുക എന്നുള്ളത്. ആർഗ്യുമെന്റ്സ് എടുക്കുന്ന കേസുകൾ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ വീണ്ടും അടുത്ത ഇതെടുക്കാണ്, മൈ സ്ട്രിങ് ഈക്വൽ ടു, ഞാൻ ഇതിനകത്തുള്ള എല്ലാ സ്പേസുകളെയും ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് മൈ സ്ട്രിങ് ഡോട്ട് റീപ്ലേസ്. ഓക്കെ, സ്പേസ് അല്ലേ, സ്പേസ് കൊടുക്കുന്നു. എന്നിട്ട് അപ്പൊ റീപ്ലേസ് എന്ന് പറയുന്ന പരിപാടി വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ വേറൊരു ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പകരം ഞാൻ സ്പേസിന് പകരം ഡോട്ട് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് ഞാൻ കൊടുക്കാണ്. എന്നിട്ട് ഞാനിത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ മുന്നിൽ സ്പേസ് കൊടുത്തു, കണ്ടോ? ഇതിനകത്ത് എവിടെല്ലാം സ്പേസ് ഉണ്ടോ അതിനെയെല്ലാം ഇത് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, ഡോട്ട് വെച്ചിട്ട്. അപ്പൊ ഇത് മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ മെത്തേഡിനകത്ത് ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷനകത്താണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എന്തായിരിക്കും, മിക്കവാറും നമ്മുടെ വേരിയബിൾ തന്നെയായിരിക്കും. പക്ഷെ മെത്തേഡിലാവുമ്പോൾ ആർഗ്യുമെന്റ് വേറെയുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നോക്കുക, റീപ്ലേസിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. നമ്മൾ ഏത് ക്യാരക്ടറിനെയാണോ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ജെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എച്ച് ആണ് കൊടുത്തേക്കുന്നത്, സ്മോൾ എച്ച് ഇത് ടച്ച് ചെയ്യില്ല. അപ്പൊ ഞാനൊരു സ്മോൾ എച്ചും കൂടി ഇതിനകത്ത് ഇടാം, കണ്ടോ? ഒരു ക്യാപിറ്റൽ എച്ചും കൂടി ഞാൻ ഇവിടെ ഇടാണ്, സ്പേസ് ഒഴിവാക്കുന്നു. ക്യാപിറ്റൽ എച്ചിനെ മാത്രം എന്ത് വെച്ചിട്ട്, ജെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോ ഫസ്റ്റ് എച്ച് റീപ്ലേസ് ആയി, സ്മോൾ എച്ച് റീപ്ലേസ് ആവില്ല, കാരണം എന്താ, ക്യാപിറ്റൽ എച്ച് അല്ല, ലാസ്റ്റ് ഉണ്ടായിരുന്ന എച്ചും റീപ്ലേസ്. അപ്പൊ എല്ലാ എച്ചുകളെയും ഇത് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഈ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഹലോ വേൾഡിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മളെ സ്പേസിന് പകരം സ്പേസുകളെല്ലാം റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു സ്പേസ് അല്ലേ ഉള്ളത്, നമുക്ക് കണ്ടോ?
ഒന്നുമില്ല, ഞാനിവിടെ സ്പേസ് കൊടുത്തു, ഇവിടെ സ്പേസിന് പകരം എന്ത് കൊടുത്തു? സ്പേസ് ഇല്ലാത്ത എന്ന് വെച്ചാൽ ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ഇടയ്ക്ക് ഒരു ക്യാരക്ടറും കൊടുക്കാതെ കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? ഒന്നും വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ബ്ലാങ്ക് അല്ല, ശരിക്കും നോ സ്പേസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ മാറ്റി. അപ്പൊ എന്ത് പറ്റി? സ്പേസ് ഉള്ളിടത്തെല്ലാം ഇത് ചെയ്തു. ഇനി ഈ റീപ്ലേസിന് വേറൊരു പ്രത്യേകതയുണ്ട്. മനസ്സിലായോ? റീപ്ലേസ് സിംഗിൾ ക്യാരക്ടറിനെ മാത്രമല്ല, നമ്മൾ ഒരു സ്ട്രിങ് തന്നെ നമുക്ക് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഹലോ എന്നുള്ളതിനെ ഹൈ വെച്ച് റീപ്ലേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഹലോ വേൾഡ് എന്ന് കൊടുത്തു, ഞാനിവിടെ ഹൈ വേൾഡ് എന്നാക്കി. ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇട്ട് തരാണ്. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാട്ടോ. ഈ സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്യുമ്പോഴും കേസ് സെൻസിറ്റീവ് അല്ലേ? ഏതാ? സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ കേസ് സെൻസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോ ഞാനിത് ഇവിടേക്ക് എത്തി. ആരും എന്തോ പിങ് ചെയ്തായിരുന്നു, അത് നമുക്ക് ജസ്റ്റ് സെഷൻ തീരുമ്പോൾ നോക്കാമേ. ഓക്കെ, സ്ട്രിങ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതെപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിതാ ഇത് കൊടുത്തു, റീപ്ലേസ് ചെയ്യില്ല. കാര്യം ഇത് റീപ്ലേസ് ചെയ്യില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഹലോ ആണ് അത് മാച്ച് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ അത് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും റീപ്ലേസ്. ഇനി സ്പ്ലിറ്റ് ചെയ്യാന്ന ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി വേറൊന്നുമല്ല. ഞാനിത് കമന്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് വേർഡ്സ് ഉണ്ട് അല്ലെ? നമ്മൾ നോർമലി വേർഡ്സ് ഉണ്ട്. അപ്പൊ വേർഡ്സ് എപ്പോഴും പിന്നെ എന്തായിരിക്കും? സ്പേസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേർഡ്സിനെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമ്മള് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. mystring dot split എന്ന് പറയുന്ന ഒരു സാധനം കോൾ ചെയ്യാം. ഇത് കണ്ടോ? ഞാനിതിനെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എഴുതി. സ്പ്ലിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് എഴുതി. ഇതിന് ഇതാ ഔട്ട്പുട്ട് വന്നേക്കുന്ന ഒരു അറേ പോലൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്താ, നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതുക, സ്പ്ലിറ്റ് എന്ന് പറയുന്ന പരിപാടി. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ത് വെച്ചിട്ടാ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് ഹലോ ആണ്. ഹലോ, അതിനുശേഷം സ്പേസ് ഉണ്ടായിരുന്നു, സ്പേസ് വന്നിട്ടില്ല. അടുത്തത് വേൾഡ് ആണ്. അപ്പൊ ഇവിടെ ഒരു കോമ വന്നേക്കുന്നുണ്ട്. അപ്പോ പക്ഷെ സ്പേസ് ഇല്ലാതെയാണ് കോമ വന്നേക്കുന്നത്. അപ്പോ കോമ, വേൾഡ് കോമ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹവും ആറും യു, ഇതെല്ലാം ഓരോരോ എൻട്രി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതെന്താ? ഇത് പൈത്തണിനകത്ത് ഇതിനെ പറയുന്നത് ലിസ്റ്റ് എന്നാണ്. ഒരു അറേ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അറേ പോലെ ഒരു സാധനം തന്നെയാണ് ലിസ്റ്റ്. അവിടെ നമുക്ക് ബേസിക്കലി അറേ ആയിരുന്നു, ഇവിടെ അത് ലിസ്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ശരിക്കും അറേ എന്ന് പറയുന്ന വേറെ സാധനം പൈത്തണിൽ ഇപ്പോ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന അറേ പോലെ തന്നെ ഇപ്പോ ഇവിടെ അറേ എന്നുള്ള പേര് വേറെ സാധനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അറേ പോലെയുള്ള അല്ലെങ്കിൽ മുൻപ് നമ്മൾ കണ്ട ബേസിക്കിനകത്തുള്ള അറേ പോലെയുള്ള ഒരു 4 സ്ട്രക്ചറുകൾ നമുക്ക് പൈത്തണിനകത്തുണ്ട്. അതിന് വിളിക്കുന്ന പേരുകൾ വേറെയാണ്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കാണും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്?
സ്പേസ് വെച്ചിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വരുന്നതിന്റെ ടൈപ്പ് നോക്കുക. ടൈപ്പ് വേറൊന്നുമല്ല, ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അറേ പിന്നെ എന്താ പറയാ, ഇങ്ങനെ ലിസ്റ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലൂപ്പിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ സാധാരണ അല്ലാതെ നമ്മൾ പിന്നെ വേർഡില് ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ വെച്ചിട്ടല്ല ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടർ, അങ്ങനെ ക്യാരക്ടർ വൈസ് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേർഡ് വൈസ് ആണ് ജമ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ സ്പ്ലിറ്റിന് വേറെ പ്രത്യേകത ഉണ്ട്. ബൈ ഡിഫോൾട്ട് നമ്മൾ പ്രത്യേകിച്ച് ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കാതെ, എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിനകത്ത് ഒന്നും കൊടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ബൈ ഡിഫോൾട്ട് സ്പേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, നമുക്ക് കോമ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ നിൽക്കുന്ന ഭാഗത്തുനിന്ന് എന്താ പറയാ, കോമയ്ക്ക് മുൻപും കോമയ്ക്ക് ശേഷം, അപ്പൊ ഓരോ കോമയും വെച്ചിട്ടാണ് ഓരോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏകദേശം ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിനകത്ത് നോക്കുക, ഈ കോമ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലിസ്റ്റിനകത്തുള്ള സെപ്പറേറ്റർ ആണ്, അല്ലാതെ നമ്മുടെ കോമയല്ല. നമ്മുടെ കോമ ഇതിനകത്ത് ക്യാപ്ചർ ആയിട്ടില്ല. എന്താ, അത് സ്പ്ലിറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നോക്കുക, ഹലോ വേൾഡ്, ഇതാണ് ഫസ്റ്റ് എലിമെന്റ്. സെക്കൻഡ് എലിമെന്റിന് മുമ്പ് ഒരു സ്പേസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ, കോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു സ്പേസ് ആണ്. അത് കഴിഞ്ഞാൽ ഹൗ ആർ യു, കണ്ടോ, മനസ്സിലായി? അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്താ പറയാ, പലപ്പോഴും നമ്മളിത് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡുകളെ സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ എക്സെല്ല് ഡേറ്റ ഇല്ലേ, എക്സെല്ല് ഉള്ള ഡേറ്റ ശരിക്കും സിമ്പിൾ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് CSV എന്ന് പറയുന്ന കോമ സെപ്പറേറ്റഡ് ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫീൽഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഓരോ സെല്ലിലെയും വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പ്ലിറ്റ് ഒക്കെ ഉപയോഗിക്കും മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഒരു സ്ട്രിങ്ങിനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ബൈ ഡിഫോൾട്ട് അതിന്റെ പെരുമാറ്റം എങ്ങനെയാ, സ്പേസ് വെച്ചിട്ട് ആയിരിക്കും. ഓക്കെ, സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി ആയിരിക്കും. അപ്പൊ ഇതാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് എപ്പോഴും ഒരു എന്തിനാണ് റിട്ടേൺ ചെയ്യുക, ലിസ്റ്റിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി പൈത്തണില് സ്ട്രിങ് എങ്ങനെയാണ് കൺകാറ്റനേറ്റ് ചെയ്യുന്നത്. കൺകാറ്റനേഷൻ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും കൺകാറ്റനേഷൻ? കൂട്ടിച്ചേർത്തെടുക്കുക. കൺകാറ്റനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ രണ്ടിലധികം സ്ട്രിങ്ങുകളെ ഒട്ടിക്കുന്ന പരിപാടിയാണ് എന്ത്, കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ തൽക്കാലം നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നിൽ ഒരു സ്പേസ് ഇടാണ്. ഓക്കെ, ഇനി നമ്മൾ കൺകാറ്റനേഷൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ? കൺകാറ്റനേഷന് നമ്മുടെ ബേസിക്കിലെ പോലെ തന്നെ ഓപ്പറേറ്റർ വേറൊന്നുമല്ല, പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൺകാറ്റനേറ്റ് ചെയ്യും. ഇതാ ഹലോ വേൾഡ്, ഹലോ ജിബു. ഇതിനകത്ത് ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു സ്പേസ് ഇട്ടേക്കുന്നത് ജസ്റ്റ് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹലോ വേൾഡ്, ഹലോ ജിബു എന്നുള്ളത് മൈ സ്ട്രിങ് പ്ലസ് മൈ സ്ട്രിങ് 2 കൊടുത്തു കഴിഞ്ഞാൽ വരും. അപ്പൊ ഇത് കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ഏത് സ്ട്രിങ് വേണമെങ്കിലും എടുത്ത് ഇതുപോലെ കൺകാറ്റനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, നമുക്ക് സ്വന്തമായിട്ട് ചില സ്ട്രിങ്ങുകളൊക്കെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ വീണ്ടും ഞാൻ മുന്നൊരു സ്പേസ് കൊടുക്കുന്നു വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയും കൊടുക്കാം, ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ട്രിങ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു ഓപ്പറേറ്റർ ആണ് ശരിക്കും കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. പക്ഷെ ഈ കൺകാറ്റനേഷൻ ഓപ്പറേറ്ററിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഞാന് ഒരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, നമ്പർ കൊടുക്കുമ്പോ 1 2 3 എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ ഇതിനകത്തൊക്കെ കണ്ടത്, ബേസിക്കിനകത്ത് കണ്ടത്, ഇങ്ങനെ കൺകാറ്റനേഷൻ കൊടുക്കുമ്പോൾ ഒന്ന് സ്ട്രിങ്ങും വേറൊന്ന് നമ്പറും ആണെന്നുണ്ടെങ്കിൽ ഇതിനെയും കൺവേർട്ട് ചെയ്ത് നമ്പറാക്കി, അല്ല നമ്പറിനെയും സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുക. പക്ഷെ ഇതിനകത്ത് നോക്കുക, എറർ വരുന്നുണ്ട്. ക്യാൻ ഓൺലി കൺകാറ്റനേറ്റ് str നോട്ട് int. എന്താ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ എപ്പോഴും എന്താണ്, str എന്ന് പറയുന്ന ടൈപ്പ് സ്ട്രിങ് ടൈപ്പിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇന്റ് കൺകാറ്റനേഷൻ ഓപ്പറേറ്ററിലേക്ക് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതാണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് മറികടക്കാൻ നമ്മുടെ കയ്യിൽ ഉള്ള വഴി എത്താ, അല്ല പറയാം? സ്ട്രിങ് 1 2 3 കൊടുത്താൽ മതി. സ്ട്രിങ് 1 2 3 സ്ട്രിങ് ആണോ str അല്ലേ? str എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെ? ഇതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴും ഒരു നമ്പറിനെ എടുത്തിട്ട് കൺകാറ്റനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ str കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ ഒരുപാട് ഇത് നമുക്ക് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പോ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതില് ഒരു എന്താ പറയാ, ഇതിനൊരു റീഡബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. കുറച്ചും കൂടി പോകുമ്പോൾ എന്ത് പറ്റും, മൈ സ്ട്രിങ് പ്ലസ് str. പിന്നെ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പൈത്തൺ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈത്തണിനകത്ത് ഒരു സാധനമുണ്ട്, ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ഫോർമാറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, മൈ നമ്പർ, ഇതിനു ശേഷം ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതാണ്. ഇത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ഒരു എന്താ പറയാ, ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വിടുന്നു. അപ്പൊ ഇതിനെ പറയുന്ന പേര് ഫോർമാറ്റ് സ്ട്രിങ് എന്നാണ്. ഓക്കെ, ഒന്നുമില്ല, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. മൈ ഫോൺ നമ്പർ ഇസ് ഫുൾ ബ്രാക്കറ്റ് വന്നു, ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡബിൾ ബ്രാക്കറ്റിനെ എന്താണ്, ഇതിനകത്തൊരു മെത്തേഡ് ഉണ്ട്, ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫോർമാറ്റിനകത്ത് നമ്മൾ എന്ത് വേരിയബിൾ കൊടുക്കുന്നോ ആ വേരിയബിളിലേക്ക് ആ വാല്യൂവിനെ ഇത് ചെയ്യും. ഇപ്പൊ മനസ്സിലായോ? മൈ ഫോർമാറ്റ് ഇത് കഴിഞ്ഞ് നമ്മൾ നമ്പർ കൊടുത്തു. അപ്പൊ ഈ ഡബിൾ ബ്രാക്കറ്റ് ഇല്ലേ, ഡബിൾ ബ്രാക്കറ്റിനെ അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇതിനെ കുറച്ചും കൂടി വലുതാക്കണം. ഞാനൊരു ചെറിയൊരു ടൈമും കൂടി കൊടുക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ഒന്നുമല്ല, ഇത് സ്ട്രിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിലധികം വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ,
ഇത് കണ്ടോ, ഫസ്റ്റ് ഇത് നമ്മള് ഇപ്പൊ മൈ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാല് 2 ഡബിൾ ബ്രാക്കറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പോ എനിക്ക് കണ്ടോ ഫോർമാറ്റ് കൊടുത്തിട്ട് നമ്മൾ എത്ര വേരിയബിൾസും പാസ് ചെയ്യാം, ഏതാ ഓരോന്നിനും മാച്ച് ആവുന്ന രീതിയിൽ. ഓക്കെ, ഇത് മനസ്സിലായോ? എന്ന് വെച്ചാൽ കൺകാറ്റനേഷൻ പലപ്പോഴും എന്താ പറയാ പല പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്തു, മൈ നമ്പർ ഒക്കെ കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സ്ട്രിങ്ങുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ മൈ സ്ട്രിങ് ഇവിടെ ആവശ്യമില്ല, മൈ സ്ട്രിങ് വെറുതെ ഇതാക്കിയേക്കാണ്. കണ്ടോ, അപ്പൊ ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ സ്ട്രിങ്ങിനകത്തുള്ള മേജർ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷെ സ്ട്രിങ്ങിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ അധികം മെത്തേഡ്സ് ഇനിയും പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, കൂടുതൽ പ്രോഗ്രാംസ് എഴുതുമ്പോൾ നമ്മളത് പഠിക്കും. അപ്പൊ ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് ശരിക്കും കൺകാറ്റനേഷനിലുള്ള ചില പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷന് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ടൈപ്പിനെ കൂടി പരിചയപ്പെടും. അതിന്റെ പേര് ബൂളിയൻ എന്നാണ്. ഓക്കെ, ബൂളിയൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പരിചയപ്പെടും. അത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ഒരു ടൈപ്പാണ്, പുതിയതായിട്ട് പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു ടൈപ്പാണ്. അതിനുശേഷം നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അപ്പൊ ഈ ബൂളിയൻ എന്ന് പറയുന്നതാണ് ശരിക്കും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ അടിസ്ഥാനം, അത് പരിചയപ്പെടും. അതിനുശേഷം നമ്മൾ നേരെ അടുത്ത ലെവലിലേക്ക് പോകും. അതിന്റെ പേരാണ് എന്താ, നമ്മുടെ ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അത് നമ്മളൊന്ന് പരിചയപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടൈം എടുത്ത് അത് സ്ട്രെസ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചിങ്ങനെ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് എപ്പോഴും നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് എത്തുമ്പോൾ സ്ട്രിങ്ങുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഈ സമയം എടുത്തേക്കുന്നത് ഇത്രയും. ഓക്കെ, അപ്പൊ ഇന്ന് ഉള്ളതിൽ ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാം.